സകല അയ്യപ്പ ഭക്തരെയും ഒരുപോലെ ഞെട്ടിച്ച ഒന്നാണ് ശ്രീകോവിലിലെ അയ്യന്റെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികളെ അടിച്ചുമാറ്റിയത്. കഴിഞ്ഞ 2 ദിവസമായിട്ട് നിയമസഭ പോലും നിർത്തിവെപ്പിച്ചുകൊണ്ട് സ്പീക്കർ ഇറങ്ങിപ്പോകേണ്ടുന്ന തരത്തിൽ ഇടതുപക്ഷം ഗതികേടിലായതും ഈ സ്വർണ്ണപ്പാളി മോഷണത്തിലാണ്. എന്നാൽ ഇപ്പോൾ ഇതാ ശബരിമല വിവാദത്തിൽ ഓഫീസറെ പോലും പുറത്താക്കിക്കൊണ്ട് ആദ്യ നടപടി സ്വീകരിക്കേണ്ടി വരികയാണ് ദേവസ്വത്തിന്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിന് സസ്പെൻഷൻ. ദേവസ്വം ബോർഡ് യോഗത്തിലാണ് ആ തീരുമാനം കൈക്കൊണ്ടത്. നിലവിൽ ഹരിപ്പാട് ഡെപ്യൂട്ടി കമ്മീഷണറാണ് മുരാരി ബാബു. സ്വർണ്ണപ്പാളി ചെമ്പാണെന്ന് 2019 റിപ്പോർട്ട് നൽകിയത് മുരാരി ബാബു ആയിരുന്നു. സ്വർണം പൂശിയത് ചെമ്പായെന്ന് തന്ത്രിയുടെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നും അതാണ് താൻ റിപ്പോർട്ട് ചെയ്തത് എന്നുമാണ് മുരാരി ബാബു പ്രതികരിച്ചത്. എന്നാൽ ഇവിടെ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് സന്ദീപ് വാര്യർ. മോഷ്ടിക്കപ്പെട്ട ആ സ്വർണ്ണപ്പാളികൾ വിമാനം കയറി ദുബായിലേക്ക് എത്തി എന്നതാണത്. എന്തായാലും ആ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഒന്ന് കാണാം. എന്നാണ് യുഡിഎഫിന്റെ നിലപാട്. സിബിഐയുടെ അന്വേഷണം വേണം. ഇത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ശബരിമലയിലെ സ്വർണം മറച്ചുവിറ്റോ എന്ന് ഞങ്ങൾ ന്യായമായും സംശയിക്കുന്നു. കാരണം ഇതിന്റെ മൂല്യം കേവലം സ്വർണത്തിന്റെ മൂല്യമല്ല, മറിച്ച് അയ്യന്റെ സന്നിധിയിൽ ഉണ്ടായിരുന്ന ദ്വാരപാലക ശില്പങ്ങൾ പൊതിഞ്ഞ സ്വർണമാണ് എന്നുള്ളതാണ് അതിന്റെ മൂല്യം കൂട്ടുന്നത്. അന്നത്തെ കാലത്ത് ഒരു ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ഉണ്ട്. ആ ദേവസ്വം പ്രസിഡന്റ് ഒരു മുള്ളാണി പപ്പൻ, ആറന്മുളക്കാരൻ അല്ലേ? ഒരു മുള്ളാണി പപ്പൻ, മോഷണത്തിന് നേതൃത്വം കൊടുത്തൊരു മുള്ളാണി പപ്പൻ. എന്താ ആദ്യം പറഞ്ഞത്? ചെമ്പാ കൊണ്ടുപോയതെന്നാ പറഞ്ഞത്. 5 തവണ ആ പ്രസ്താവന മാറ്റി പറഞ്ഞത്. ഇപ്പൊ ഇന്നലെ മാറ്റി വന്നിരിക്കുന്നു, സ്വർണം ഉണ്ടായിരിക്കാം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. തെറ്റ് നമ്മുടെ ഭക്തന്മാരുടെ ഭാഗത്തുണ്ട്. പിണറായി വിജയൻ ശബരിമലയിലേക്ക് പോയി അവിടെയാണോ അയ്യപ്പൻ ഇരിക്കുന്നത് ചൂണ്ടിക്കാണിച്ച് ചോദിച്ച സമയത്ത് നമ്മളൊരല്പം ജാഗ്രത കാണിക്കേണ്ടതായിരുന്നു. കാരണം മീശ മാധവൻ ക്ഷേത്രത്തിലേക്ക് നോക്കി മീശ വിരിച്ചു കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിലെ വിഗ്രഹം അടിച്ചെടുക്കുന്നതൊരു അല്ലേ? പക്ഷെ മാധവൻ കട്ടൊന്നും ചേക്കിന് പുറത്തേക്ക് പോയിട്ടില്ല. പിണറായി വിജയൻ കട്ടതൊക്കെ ദുബായിലേക്കാണ് പോയിരിക്കുന്നതെന്ന് ന്യായമായും സംശയിക്കേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങൾ ഈ സർക്കാരിന് കൊടുക്കുന്ന മുന്നറിയിപ്പ് കോടിക്കണക്കിന് വരുന്ന ശബരിമല ഭക്തരുടെ, അയ്യപ്പ ഭക്തരുടെ ഹൃദയവികാരങ്ങളെ ചവിട്ടി മരിച്ചുകൊണ്ട് ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരാൻ നിങ്ങളെ അനുവദിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അനുവദിക്കാൻ പോകുന്നില്ല. ഏതറ്റം വരെയും ഈ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകാൻ UDF ഉണ്ടാവും, കോൺഗ്രസ് ഉണ്ടാവും, യൂത്ത് കോൺഗ്രസ് ഉണ്ടാകും. ഇക്കഴിഞ്ഞ ദിവസം നടന്നല്ലോ അയ്യപ്പ സംഗമം. ഞാൻ റാന്നിയിലേക്ക് വരുമ്പോ കണ്ടു, കേരളത്തിലെമ്പാടും ബോർഡുകളാണ്. എന്താ ബോർഡിലുള്ളത്? അഖില ലോക അയ്യപ്പ സംഗമം. ആ ബോർഡിൽ പിണറായി വിജയനുണ്ട്, വാസവനുണ്ട്, അയ്യപ്പ മാത്രമില്ല. പരിപാടി നടന്നപ്പോഴും അതുപോലെയല്ലേ? വേദിയിൽ വാസവനുണ്ട്, പിണറായി വിജയനുണ്ട്, വിജയന് ജയ പാടുന്ന മറ്റു ചില അവതാരങ്ങളുണ്ട്. പക്ഷെ സദസ്സിൽ കറുപ്പെടുത്തൊരു ഒറ്റ അയ്യപ്പൻ പോലും ഇല്ല. ഇപ്പോ പിണറായി വിജയന്റെ സർക്കാരിന്റെ, LDF സർക്കാരിന്റെ ഏറ്റവും വലിയ ആത്മീയ ആചാര്യൻ ആരാണ്? ഏറ്റവും വലിയ ആത്മീയ ആചാര്യൻ അത് മറ്റാരുമല്ല, ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ്. ആ യോഗി ആദിത്യനാഥിന്റെ കത്ത് കൊണ്ടുവന്ന് അയ്യപ്പ സംഗമത്തിന്റെ വേദിയിൽ വായിച്ചിരിക്കുകയാണ്. എന്നിട്ട് വലിയ മേനി നടുക്കുകയാണ്. കറുപ്പെടുത്തൊരു സ്വാമിയെയും അവർക്ക് വേണ്ട, കാഷായമുടുത്ത ഉത്തർപ്രദേശിലെ സ്വാമിയുടെ കത്ത് കൊണ്ടുവന്ന് വായിക്കുന്ന നാണംകെട്ട ഗതികേടിലേക്ക് ഇവിടുത്തെ CPM മാറിയിരിക്കുക. മറുവശത്ത് ഞാനൊരു കാര്യം ഉറപ്പിച്ചു പറയാം. ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു പ്രക്ഷോഭവുമായി പത്തനംതിട്ടയുടെ തെരുവുകളിലേക്ക് ഇറങ്ങാൻ ഇനി BJPക്കോ RSSനോ ഒരർഹതയുമില്ല. 2019 പത്തനംതിട്ടയിൽ വന്ന് ഗുജറാത്തിൽ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചു പോയ ഒരാളുണ്ടായിരുന്നല്ലോ മക്കളെ, അല്ലെ? ഗുജറാത്തിൽ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചു പോയ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. എന്താ പറഞ്ഞത്? ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഭരണഘടനാപരമായ നടപടി സ്വീകരിക്കും ശബരിമലയിൽ ആചാര സംരക്ഷണത്തിന്. വർഷം എത്ര കഴിഞ്ഞു? ശബരിമലയിൽ ആചാര സംരക്ഷണം നടത്താൻ വേണ്ടി മോദി സർക്കാർ ഏതെങ്കിലും നടപടി സ്വീകരിക്കുന്നുണ്ടായോ? ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അന്നത്തെ സമരവുമായി ബന്ധപ്പെട്ട് തെരുവിലിറങ്ങിയിട്ടുള്ള അന്നത്തെ ഭക്തർക്ക് നേരിട്ട ഒരു ദുരവസ്ഥക്കെതിരെയും ഒരു വാക്ക് പോലും പറയാൻ അവർ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ BJPക്കും RSSനും വലിയ തോതിൽ അയ്യപ്പ വിശ്വാസത്തിന്റെ സംരക്ഷക വേഷം കെട്ടിയാടുന്നവർക്കൊന്നും ഇനി അതിന്റെ പേരിൽ ഈ തെരുവിലിറങ്ങാൻ ഒരു അവകാശവുമില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. ഈ ശബരിമലയ്ക്ക് വേണ്ടി തെരുവിലിറങ്ങാൻ ആർക്കെങ്കിലും അവകാശമുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് ശബരിമലയുടെ ആചാരം സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. ക്രൈസ്തവ വിശ്വാസിയായിരുന്ന ഒരു മുഖ്യമന്ത്രി, ഉമ്മൻചാണ്ടി എന്നാണ് ആ മുഖ്യമന്ത്രിയുടെ പേര്.
ആ ഉമ്മൻചാണ്ടിയുടെ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രമാണ് ശബരിമല ഭക്തർക്ക് വേണ്ടി തെരുവിലിറങ്ങാനും പോരാടാനും അവകാശമുള്ളത്. മറ്റാർക്കും തന്നെ അതിനുള്ള അവകാശമില്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ശബരിമലയോട് ചെയ്യുന്ന ഈ അനീതിക്കെതിരായി ഏതറ്റം വരെയും സമരം ചെയ്യാൻ തയ്യാറായിട്ടാണ് ഇന്ന് ഈ ദേവസ്വം ബോർഡിന്റെ ഓഫീസിലേക്ക് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇതിനകത്ത് അട്ടം പറ്റിയിരിക്കുന്ന ദേവസ്വത്തിന്റെ അധികാരികളുണ്ടല്ലോ, അവരിൽ ഒരുത്തം പോലും ഈ പത്തനംതിട്ട ടൗണിൽ ഇറങ്ങി നടക്കില്ല. ഇതിന്റെ സത്യം പുറത്തു വരുന്നത് വരെ ഒരുത്തം പോലും തെരുവിറങ്ങി മര്യാദയ്ക്ക് നടക്കില്ല എന്ന മുന്നറിയിപ്പ് ഞങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുക. ഇവിടുത്തെ ദേവസ്വം മന്ത്രി അടക്കമുള്ളവർ ഇതിന് മറുപടി പറയണം. ഇനി ദേവസ്വം മന്ത്രിയുടെ പേരും വെച്ച് ബോർഡും വെച്ച് കേരളത്തിലൂടെ ചീറിപ്പാഞ്ഞ് നടക്കാമെന്ന് വാസവനും കരുതണ്ട. ഇതെല്ലാം മൂടി വെക്കാമെന്ന് പിണറായി വിജയനും കരുതണ്ട. ഏതറ്റം വരെയും ഈ സമരവുമായി മുന്നോട്ട് പോകുമെന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സമരഭടന്മാർക്ക് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ്. സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംസ്ഥാന സെക്രട്ടറി ശ്രീ നഹാസ് 2 വാക്ക് സംസാരിക്കുന്നത്. ഏറെ ബഹുമാനായ ഈ സമരത്തിന്റെ